നമസ്കാരം. കൂൾ സൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിൽ പലർക്കും വളരെ നല്ല ജോലി ഉണ്ടാവും. വളരെ വലിയൊരു ശമ്പളവും ലഭിക്കുന്നുണ്ടാവും. അതൊരു പക്ഷേ സ്വകാര്യ മേഖലയിലാവാം, അതല്ലെങ്കിൽ വിദേശത്താവാം. ഗൾഫിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല ശമ്പളമുള്ളവർ ധാരാളമുണ്ട്. ഏഹ് കുറച്ച് പേർ ഗവൺമെൻറ് സർവീസിലും ജോലി ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് സർവീസിലുള്ളവരുടെ ഒരു സവിശേഷത, ഒന്ന് അവർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊന്ന് അവർക്ക് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം നല്ലൊരു പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് അത്തരം ഒരു ജോബ് സെക്യൂരിറ്റി ഒരിക്കലുമില്ല. അതുതന്നെയാണ് പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരുടെയും കാര്യം. ഏത് സമയവും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാം. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടാൽ വിദേശത്തുള്ളവരാണെങ്കിൽ പിന്നീട് അവർ വരേണ്ടത് ഇന്ത്യയിലേക്ക് തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് നാട്ടിലേക്ക് വന്നാൽ എന്ത് ചെയ്യുമെന്നതിനെപ്പറ്റി നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അല്ലെങ്കിൽ ഇന്ന് സൂക്ഷിച്ചാൽ നാളെ ദുഃഖിക്കേണ്ട എന്നൊക്കെയുള്ള വാചകങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ അത് നടപ്പാക്കിയിട്ടുണ്ടാവില്ല. നാട്ടിൽ വന്ന ശേഷം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഒരു അങ്കലാപ്പ് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. നാട്ടിൽ വന്നാൽ നിങ്ങൾക്ക് എത്ര രൂപ വേണം ഒരു മാസം ജീവിക്കാൻ എന്നതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ഗ്രാമപ്രദേശത്താണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് വീടും കാറും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു 25,000 രൂപ ഒരു മാസം തീർച്ചയായും വേണ്ടിവരും ജീവിക്കുവാൻ. അതല്ല, നിങ്ങളൊരു സിറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ 50,000 രൂപയോളം ഇന്നത്തെ സാഹചര്യത്തിൽ വേണ്ടിവരും. എന്നല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു കാർ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് മാസം എങ്ങനെയായാലും ഏറ്റവും മിനിമം ഓടിയാൽ പോലും 2,000 രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരും. പിന്നെ മാത്രമല്ല, വണ്ടിക്കൊരു സർവീസ് ഇയർലി വരും. അതൊരു 10,000 രൂപയോളം എങ്കിലും ആകും. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്, അതും ഒരു 10,000 രൂപയാവും. പിന്നെ ടയറോ മറ്റോ മാറ്റേണ്ടി വന്നാൽ അതും ഒരു ചിലവാണ്. ഇങ്ങനെ ഓരോരോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ധാരാളം ചിലവുകൾ വരും. പിന്നെ നാട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് കല്യാണം, പാലുകാച്ചൽ അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകൾക്കും പോകേണ്ടി വരും. ഇതെല്ലാം നമ്മുടെ ചിലവുകൾ കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്രതീക്ഷിതമായി എനിക്ക് ഒരു ചെറിയ പ്രായത്തിൽ ഒരു പെട്ടെന്ന് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുകയും എനിക്ക് ജോലി വിട്ട് നാട്ടിലേക്ക് വരേണ്ടി വരികയും ചെയ്തു. പെട്ടെന്ന് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കില്ല. കാരണം നമ്മുടെ മാസാമാസമുള്ള ചികിത്സാ ചെലവുകൾ, മരുന്നുകളുടെ ചെലവുകൾ, ഇവയൊക്കെയും നമ്മൾ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് മാത്രമാണ് കണ്ടെത്തേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് ജീവിക്കാം എന്ന് വിചാരിക്കും. എന്നാൽ നമ്മൾ ഒരു ഒരു മൺകൂന പോലെ കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് എല്ലാ ദിവസവും കുറേശ്ശെ കുറേശ്ശെ അതിൽ നിന്നും എടുത്തുകൊണ്ടിരുന്നാൽ അത് അധികം താമസിയാതെ തന്നെ അത് തീർന്നു പോകുമെന്നുള്ളതും ഒരു സത്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒരു പെൻഷൻ പ്ലാനിനെ പറ്റി ചിന്തിക്കേണ്ടി വരുന്നത്. കാരണം നമുക്ക് നല്ലൊരു ശമ്പളം ലഭിക്കുകയും നമുക്ക് അത്യാവശ്യം ചെറിയ സേവിങ്സ് എല്ലാ മാസവും ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു പെൻഷൻ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ വന്ന ശേഷം നമുക്ക് പിന്നീടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധാരണഗതിയിൽ നടക്കില്ല. കാരണം നാട്ടിൽ വന്ന ശേഷം നമുക്ക് ഒന്ന് വരുമാനമില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ പണികൾ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്നത് വളരെ ചെറിയ ഒരു പൈസ മാത്രമായിരിക്കും. എന്നാൽ നമ്മൾ ഗൾഫിലും മറ്റും നല്ലൊരു ശമ്പളത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് തീർച്ചയായും പെൻഷൻ പ്ലാനുകളെ പറ്റി ചിന്തിക്കേണ്ടത്. പെൻഷൻ പ്ലാനുകൾ വളരെ ചെറിയ പ്രായത്തിൽ കയറുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ വളരെ കുറവാണ്. നമ്മൾ ഒരു വർഷം ഒരു മാസത്തെ ശമ്പളമോ മറ്റോ ഇതിലേക്ക് മാറ്റിവെച്ചാൽ 10 12 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 55 60 വയസ്സാകുമ്പോൾ നമുക്ക് തീർച്ചയായും നല്ലൊരു പെൻഷൻ തീർച്ചയായും കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയം എപ്പോഴാണ് ഞാൻ പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾക്ക് ജോലി കിട്ടിയ അടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങണം. ഇപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് ജോലി കിട്ടിയിട്ട് ഇപ്പോൾ 10 വർഷമായി, ഞാനിതുവരെ പെൻഷനിലേക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല. പേടിക്കേണ്ട, നിങ്ങൾക്ക് ഈ പ്രായത്തിലും നിങ്ങൾക്ക് തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യാം. വളരെ ചെറിയ എമൗണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ ഒരു റിട്ടയർമെൻറ്റ് ഏജ് ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടാവും. നിങ്ങൾ അത് അന്ന് മുതൽ നിങ്ങൾക്ക് ആ ഒരു 55-ലോ 60-ലോ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്.
നാട്ടിൽ പ്രധാനമായുള്ളത് LIC, SBI ലൈഫ്, ടാറ്റ ഇൻഷുറൻസ്, ഇവ ICICIയുടെ ഇൻഷുറൻസ്, ഇതൊക്കെയാണ് പ്രമുഖ ഇൻഷുറൻസ് കമ്പനികൾ. ഇതിൽ ടാറ്റ ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ടാറ്റയുടെ പെൻഷൻ പ്ലാനുകളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇതിലേക്കൊരു മെയിൽ അയച്ചാൽ മതി. നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന ഡീറ്റെയിൽസ് ഞങ്ങൾ തീർച്ചയായും തരുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു പെൻഷൻ പ്ലാൻ ചൂസ് ചെയ്യാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മാത്രവുമല്ല, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടുകളും ലൈഫ് ലോങ് യാതൊരു പ്രതിഫലവും കൂടാതെ നിങ്ങൾക്ക് നൽകുന്നതുമായിരിക്കും. തീർച്ചയായും നിങ്ങൾ ഇത്തരം ഒരു കാരണവശാലും നിങ്ങൾ ഇതിനെപ്പറ്റി ഉപേക്ഷ വിചാരിക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരു പെൻഷൻ എന്തായാലും നമുക്കെല്ലാം ജീവിക്കണം. നമുക്ക് 10, 80, 90 വയസ്സ് വരെയൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ 50, 60 വയസ്സിന് യാതൊരു വരുമാനവും നമുക്കുണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും പെൻഷൻ പ്ലാനുകളെ പറ്റി അറിഞ്ഞിരിക്കണം. പെൻഷൻ പ്ലാനുകൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് അതിനുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ധൈര്യമായി താഴെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.